ശ്രീ ഫക്രുദ്ദീൻ, സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേകിച്ച് ഇത് തമിഴ്നാട്ടിലാണ് നമ്മളേറെ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി അത്തരത്തിലാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ മറ്റൊരു താരം കൂടി ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വിജയിയും ഇവിടെ സുരേഷ് ഗോപിയും രാഷ്ട്രീയത്തിൽ ഇവരുടെ തിളക്കം ഏത് തരത്തിലായിരിക്കും? രണ്ടുപേരും തമ്മിൽ കുറേ സാദൃശ്യമുണ്ട്. രണ്ടുപേരും പാഷനേറ്റ് ആണ്, രണ്ടുപേരും പണ്ടേ പൊളിറ്റിക്കലാണ്. ഇപ്പം വിജയന്റെ കാര്യത്തിൽ വിജയന്റെ അച്ഛൻ പോയ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ഇളയരാജന്റെ ഒക്കെ ഒരു ടീമായിരുന്നു അവിടെ. അതിന് നമ്മളിവിടെയുള്ള തിരുവനന്തപുരത്തോട്ടല്ലേ ഇമ്പീരിയൽ കിച്ചണോ, അതിന്റെ മുന്നാളി താഹയുണ്ട്. ഇവരൊക്കെ അന്ന് അദ്ദേഹമൊക്കെ മദ്രാസ് ഉണ്ടായ സമയത്ത് ഇവരൊക്കെ ഏതാണ്ട് ഒരു ടീമായിരുന്നു. പിന്നെ ഓരോരുത്തരും ഗംഗൈ അമരൻ. അപ്പോൾ ഈ ഗംഗൈ അമരൻ ഇവരൊക്കെ പിന്നെ വലിയ വലിയ ആളുകളായിപ്പോയി. ഇദ്ദേഹം ബിസിനസ്സിൽ വലിയ ആളായി. ചന്ദ്രശേഖർ അവിടെ വലിയ, വിജയൻ്റെ അച്ഛൻ വലിയ ഡയറക്ടറായി. പിന്നെ ഇളയരാജ, ഗംഗൈ അമരൻ അറിയാലോ, വലിയ മ്യൂസീഷ്യൻസായി. അങ്ങനെ ആ ഒരു കാലഘട്ടം ഇവരെല്ലാം ഒരു ഇടതുപക്ഷക്കാരാണ്. വിജയ് അങ്ങനെ ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട്. വിജയൻ്റെ അച്ഛൻ്റെ സിനിമകളിലൊക്കെ അത് വിമൻ എംപവർമെൻറ്റ്, റഹ്മാനായിരുന്നു സ്ഥിരം നായകൻ. വിമൻ എംപവർമെൻറ്റ്, ഇതിന് കുറച്ച് അത്തരം സന്ദേശങ്ങളുള്ള സിനിമകൾ എടുത്ത ആളാണ്. അപ്പോൾ വിജയുടെ ഉള്ളിൽ പൊളിറ്റിക്സ് ഉണ്ട്. വിജയ് പാഷനേറ്റ് ആണ്, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിജയുടെ കരിയർ അങ്ങനെ തന്നെ വിജയ് രൂപപ്പെടുത്തിയാണ്. അത് വിജയ് മാത്രമല്ല, വിജയുടെ അച്ഛനും കൂടെ ആ രീതിയിൽ. അച്ഛൻ ആദ്യ പടത്തിന് അച്ഛനും അമ്മ സ്ക്രിപ്റ്റ് ചെയ്ത് അച്ഛൻ സംവിധാനം ചെയ്തു, അങ്ങനത്തെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടത്തിലും വിജയ്, അത് എന്താണ്, നവോദയ അപ്പച്ചനാണ്. നമ്മൾ സഹകരിത്ത അപ്പച്ചൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ പറയുന്നുണ്ട്. വിജയ്ക്ക് ആദ്യം വലിയൊരു ബ്രേക്ക് കൊടുത്ത തുള്ളാതെ മനവും തുള്ളവും എന്ന സിനിമയ്ക്ക് ശേഷം വലിയ ബ്രേക്ക് കൊടുത്തത് ഫാസിലിന്റെ പടമാണ്, മറ്റേതുണ്ടല്ലോ കഥലിക്ക് മര്യാദ, അനിയത്തിപ്പാവ്. അപ്പോൾ അതിലൊക്കെ അഭിനയിക്കുമ്പോൾ വിജയ് ഒരു സ്ട്രഗിളിങ് ആക്ടറാണ്. അപ്പോൾ അന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത ഈ പടത്തോട് സൂപ്പർ സ്റ്റാർ ആവും, അപ്പോൾ നിങ്ങൾ ആവും പൊന്നായിരിക്കട്ടെ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അത് കഴിഞ്ഞ ഒരു പടം എനിക്ക് തരണം. തരാം സാർ, കണ്ടിപ്പാ തരാം. അപ്പോൾ അങ്ങനെ അത് ആ പടം ഹിറ്റാവുന്നു, വിജയ് ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ ഖുഷി, അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നു. പിന്നെ അപ്പച്ചൻ ഒരു പടത്തിന് ഡേറ്റ് ചോദിക്കുന്നു. എനിക്കൊന്ന് അഴകിയ തമിഴ് മകനാന്ന് തോന്നുന്നു ആ പടം. അപ്പച്ചനെ വിറ്റു തോന്നുന്നു. അപ്പോൾ അത് ആദ്യം പറഞ്ഞ വേറെ ഏതൊരു മലയാള സിനിമയുടെ, സിദ്ദിഖിലാൻ്റെ ഏതോ മലയാള സിനിമേൻ്റെ കഥയാണ് അറിഞ്ഞത്. അപ്പം വിജയ് പറയുന്നത് അത് വിജയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം എന്നെപ്പോലെ സ്റ്റാറിന് അത് അങ്ങനെ അത്രയൊരു പടം വെച്ചാൽ ഓടില്ല. എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്. വിജയ്ക്ക് അറിയാം ഓരോ ഘട്ടത്തിൽ ആളുകൾ എന്താ എക്സ്പെക്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് പോലെ എ ആർ റഹ്മാൻ എനിക്ക് ഇതുവരെ മ്യൂസിക് നൽകിയിട്ടില്ല. എ ആർ റഹ്മാനും ഫാസിലിൻ്റെ ടീമിലുള്ള അപ്പച്ചൻ, എ ആർ റഹ്മാൻ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത്, ഭയങ്കര കാര്യം കഷ്ടപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ഭയങ്കര സഹായിച്ച ആളാണ് ഫാസിലും അപ്പച്ചനും ഒക്കെ. ആ ഒരു ബന്ധമുണ്ടെന്ന് വിജയ്ക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അന്ന് എ ആർ റഹ്മാൻ ഹിന്ദിയിൽ ഭയങ്കര തിരക്ക്, അങ്ങോട്ട് വരാൻ സമയമില്ലാത്ത സമയം. ശങ്കറിൻ്റെ പടം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു. എ ആർ റഹ്മാനെ പോയിട്ട് ഇദ്ദേഹം കാണുന്നു, ആ സിനിമ പാട്ട് എഴുതി കൊടുക്കുന്നു. അപ്പം പാട്ട് എഴുതി കൊടുത്ത സമയത്ത് വിജയ് പാട്ട് കേട്ട് വിജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പാട്ട്. അത് മാസ് പാട്ടല്ല. വിജയ് അതിന് മാസ് ആ ടൈപ്പ് പാട്ട് വേണം. അപ്പോൾ എ ആർ റഹ്മാനോട് ഇപ്പം ഈ പറഞ്ഞ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എ ആർ റഹ്മാൻ എന്ത് ഹീറോ, എ ആറിൻ്റെ പി എ വന്ന് അതൊന്നും അദ്ദേഹത്തിൻ്റെ ഘടകമല്ല. പാട്ട് അങ്ങനെയാണ്, നിങ്ങൾ പാട്ട് എഴുതി കൊണ്ടുവരും. എ ആർ റഹ്മാൻ ഒരു പാട്ട് എഴുതി കൊണ്ടുവരും, അതിനനുസരിച്ച് ഞാൻ ചെയ്യും. അങ്ങനെയാണ് മറ്റേ ആ പാട്ട് എഴുതി, എന്താണ്, നീ നദി പോലെ ഓടിക്കൊണ്ടേ നീ പാട്ട് ഭയങ്കര ഹിറ്റാണ്. വിജയുടെ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടുകളൊന്നാണ്. ആ പാട്ട് വിജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വൈരമുത്ത് എഴുതി എ ആർ റഹ്മാൻ മ്യൂസിക് കൊടുത്തു. എ ആർ റഹ്മാൻ മ്യൂസിക് കൊടുത്തിട്ട് പിന്നെ റൈറ്റേഴ്സ് ചെയ്താണ്. ഇത് റൈറ്റർ എഴുതിയിട്ട് എ ആർ റഹ്മാൻ മ്യൂസിക് കൊടുത്തു. അത് വലിയ ഹിറ്റ് പാട്ടാണ്. എപ്പോഴും വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ്. അപ്പോൾ അതാണ് വിജയ്. ഓരോ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വിജയ്ക്ക് അറിയാം. ആ ഒരു പാഷൻ, അയാളുടെ കരിയർ എന്താണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ആദ്യം വിജയ് ഒരു ഇൻഡും കൊടുത്തില്ല. പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, ആ മറ്റേ സിനിമ മെർസൽ സിനിമയിൽ മോഡി കിട്ടുന്ന 2 താങ്ങ് വന്നു. അതായത് തമിഴ്നാട്ടിൽ മോഡി സാറിന് ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കത്തിക്കുന്ന താങ്ങ് GSTക്കെതിരെയൊക്കെ വന്നു. അതുകൊണ്ട് BJPക്കാർ മണ്ടന്മാർ അതേ പ്രതികരിക്കാൻ പോയി. അതൊരു വിജയ്ക്ക് ഒരു കാരണമായി. അപ്പോൾ അതുവരെ മറിച്ചിട്ട് ജോസഫ് എന്നുള്ള പേര് വിജയ് ഓപ്പണായി പറഞ്ഞു തുടങ്ങി. ഞാൻ സെക്യുലറിസത്തിനും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആളാണ് എന്നൊന്ന്. ആ രീതിയിൽ ഒരു നീഷ്, ഒരു നിയോ ദ്രവീഡിയൻ ഒരു പൊളിറ്റിക്സ് നീഷ് ഉണ്ടാക്കാനാണ് അദ്ദേഹം സാധിച്ചത്. സുരേഷ് ഗോപിയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപിൻ്റെ അച്ഛൻ സുരേഷ് ഗോപിനെ ഡോക്ടർ, എഞ്ചിനീയർ, IAS ആക്കാൻ ആഗ്രഹിച്ചു. അതിനുള്ള ബുദ്ധിയുണ്ട്. സുരേഷ് ഗോപിയൊക്കെ ഒരു IAS ആനക്കാർ വന്നുള്ള അവസരം വെച്ചു. ബുദ്ധിയുണ്ട്, പിന്നെ പറയുന്ന ലുക്കും ഉണ്ട്. പക്ഷെ സുരേഷ് ഗോപിക്ക് സിനിമയായിരുന്നു താല്പര്യം.
അങ്ങനെ അവസാനം അച്ഛനോട് വന്നപ്പോൾ അച്ഛൻ ചവിട്ടിക്കുട്ടി എന്നാണ് സുരേഷ് ഗോപി ആവുന്നത്. അടുത്തോട്ട് മുസ്ലിംസ് കൊണ്ടുപോയിട്ട് മുസ്ലിംസാണ് അന്ന് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ കൊടുത്തത്. അതാണ് കൊല്ലത്തെ മുസ്ലിംസും മൂപ്പരും തമ്മിലുള്ള ബന്ധം. ഈ ഇലക്ഷനൊക്കെ മൂപ്പര് മുസ്ലിംസ് ഭയങ്കര ഈ ഉള്ളിൽ കൂടെ സഹായിച്ചിട്ടുണ്ട്. അതായത് മൂപ്പരായിട്ട് ബന്ധമുള്ള നേരിട്ട് അവർക്ക് പറയാൻ പറ്റും. സുരേഷ് ഗോപിനോടല്ലോ താമരയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ സമുദായത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആവും. നമ്മളെപ്പോലുള്ള ആളുകൾ അത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം നമ്മൾ തോന്നില്ല. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അതിനുശേഷം സിനിമയിൽ വന്നതിന് ശേഷം ഓരോ ഘട്ടത്തിലും മൂപ്പര് ആദ്യ ഘട്ടത്തിൽ ചെറിയ വേഷങ്ങൾ വന്നു. മിന്നൽ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതും ഈ പടമാണ്, നമ്മുടെ ഡെന്നീസ് ജോസഫിൻ്റെ പടമാണ്. മണിമംഗൾ സിനിമയിൽ അത് വന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടത്തിലും മൂപ്പര് ആവശ്യപ്പെടുകയായിരുന്നു. വിജയ് തമ്പിനെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഏതോ നടൻ്റെ അടി കൊള്ളാൻ ഞാൻ തയ്യാറല്ല. അന്ന് വില്ലനാണ് അദ്ദേഹം, ഇപ്പോൾ നടൻ നായകനാണ്. പക്ഷെ അദ്ദേഹം ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, സുരേഷ് ഗോപിൻ്റെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്താണ് സുരേഷ് ഗോപി മുന്നോട്ട് പോയത്. ഒരു ഘട്ടം കഴിഞ്ഞ് സുരേഷ് ഇനി വില്ലൻ വേണ്ട, നാടോടിയൊക്കെ ആയപ്പോൾ വില്ലൻ വേഷങ്ങൾ വേണ്ട. അങ്ങനെ മഹാൻ എന്ന സിനിമയൊക്കെ വന്നു. അതൊക്കെ ഹിറ്റായി. പിന്നെ തലസ്ഥാനം ഹിറ്റായി. പിന്നെ സുരേഷ് ഒരു കോമ്പിനേഷനിലേക്ക് വന്നു. ആ കോമ്പിനേഷനാണ് പിന്നെ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കർക്ക് വലിയ ബൂസ്റ്റായി, ഷാജി കൈലാസും വലിയ ബൂസ്റ്റായി. പിന്നെ ഓരോ പടം മൂപ്പര് ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ കുറേ കാലം തോക്ക് എടുത്ത് നടന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി കേരളത്തിൽ തോക്ക് മാത്രം എടുത്ത് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഷാജി കൈലാസിനോട് റൊമാൻറ്റിക് വേഷം വേണം. അങ്ങനെ രുദ്രാക്ഷം എന്നുള്ള സിനിമയിൽ കയ്യിൽ പൂവ് കെട്ടിക്കൊടുത്തു. ആ പടം പക്ഷേ ഓടിയില്ല. പക്ഷേ സുരേഷ് ഗോപി പിന്നെ അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്തു. കളിയാട്ടം, അങ്ങനെയൊക്കെയാണ് ഭരത അവാർഡ് കിട്ടിയത്. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി പൊളിറ്റിക്സ്, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് സെൻട്രൽ ലെഫ്റ്റ് പൊളിറ്റീഷ്യനാണ് ശരിക്കും സുരേഷ് ഗോപി. അദ്ദേഹത്തെ പറ്റിയൊരു പാർട്ടി CPM ആയിരുന്നു. അതാണ് RD നായനാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ പറ്റിച്ചു. അദ്ദേഹത്തിന് ഇവന്മാരുടെ അലമ്പിലൊന്നും പോയി തല്ലുണ്ടാക്കേണ്ട ആവശ്യം സുരേഷ് ഗോപിക്കില്ല. രണ്ട് CPM സുരേഷ് ഗോപിയുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയോണ്ടായിരിക്കും ഉപേക്ഷിച്ചു. അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഔട്ടാക്കാനുള്ള ശ്രമം നടത്തി. അതായത് പൊളിറ്റിക്കലായിട്ടുള്ള അംബീഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു. പൊളിറ്റിക്കൽ അംബീഷനുള്ള ആളുകൾ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിൽക്കണം. സുരേഷ് ഗോപി ഇവരെ കയ്യിൽ നിൽക്കില്ല. അയാൾ സ്വന്തം പെർസ്പെക്റ്റീവ്, നല്ല പെർസ്പെക്റ്റീവുള്ള മനുഷ്യസ്നേഹിയായുള്ള ആളാണ്. സാമൂഹ്യ വിഷയങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നതാണ്. മമ്മൂക്കാക്കും ലാലേട്ടനൊന്നും അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അവരുടെ ജോലി അഭിനയമാണ്. അത് നന്നായി ചെയ്യുക. അതിൻ്റെ ഭാഗം ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഒരു പൊസിഷൻ, ഒരു പദവി ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല മമ്മൂക്കൊക്കെ അങ്ങനെ താല്പര്യമുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒക്കെ മമ്മൂക്ക സിനിമയ്ക്ക് ഭ്രാന്താണല്ലോ. ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും. സുരേഷ് ഗോപിക്ക് ഇത് താല്പര്യം ഉണ്ടായിരുന്നു, വിജയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപി എടുത്തു. പിന്നെ ഒരു ഘട്ടത്തിൽ മൂപ്പര് കോംപ്രമൈസ് ചെയ്യാതാവില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമ നിർത്തിപ്പോകുന്നത്. പിന്നെ ഈ നല്ല മനുഷ്യനായാലും ദൈവസഹായം ഉള്ളതുകൊണ്ടും പിന്നെ മലയാള സിനിമയിൽ മൂന്നാമത്തെ വരെ വന്ന ഒരേ ഒരാളാണ് സുരേഷ് ഗോപി. അതിനുശേഷം വന്ന ഇതുവരെ എല്ലാ സിനിമകളും ഹിറ്റാണ്. ഒന്നും സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റാണ്. പിന്നെ മൂപ്പര് റെമ്യൂണറേഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് റെമ്യൂണറേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മൂപ്പർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. മൂപ്പര് അതിന് വൈദ്യം മറ്റേ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വല്ലാതെ സാദൃശ്യം കാണാം. പിന്നെ വിജയ് ഇതുപോലെ തന്നെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ ചാരിറ്റി നടത്തുന്നുണ്ട്. പക്ഷെ വിജയ് നടത്തുന്ന ചാരിറ്റി നടത്തുന്ന സുരേഷ് ഗോപി നടത്തുന്ന ചാരിറ്റി നമ്മൾ വ്യത്യാസം. വിജയിൻ്റെ ചാരിറ്റി കുറേ പിശുക്ക് ഇങ്ങ് കാണാൻ പറ്റും. കാരണം വിജയ് അങ്ങനെ വെള്ളപ്പൊക്കമുള്ള ഒരു കിലോ അരി കൊടുത്താൽ പോരല്ലോ. സുരേഷ് ഗോപി ചെയ്യുന്നത് നോക്കൂ, എന്തൊക്കെയാണ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ലോൺ അടിച്ചു കൊടുക്കുന്നു. സുരേഷ് ഗോപി കുറച്ചുകൂടി സിൻസിയറാണ്, കുറച്ചുകൂടി ആത്മാർത്ഥമാണ്. വേറെ ആർക്കെങ്കിലും വേണ്ടി കളിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ട്. അത് BJPക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി BJP ഐഡിയോളജിക്ക് വേണ്ടിയിട്ടൊന്നല്ല. അദ്ദേഹത്തിന് ഒത്തുപോകാൻ പറ്റിയ BJPയുടെ ചില തലങ്ങളുണ്ട്. അതുമായിട്ട് ഒത്തുപോകുന്നു. സമൂഹത്തിന് നന്മ ചെയ്യണം. അത് മാത്രമാണ് മൂപ്പര് ഉദ്ദേശം. അത് വെച്ചാൽ സുരേഷ് ഗോപിൻ്റെ തട്ട് വിജയിനെക്കാളും കുറച്ചുകൂടി ഉയർന്നിരിക്കും. കാരണം കുറച്ചുകൂടി സിൻസിയാരിറ്റി കൂടുതലാണ്. പിന്നെ സുരേഷ് ഗോപി ഇനി വേറെ ടീമൊന്നുമില്ല. വിജയുടെ പിന്നെ ഏതോ ടീമുണ്ടെന്ന് എനിക്ക് ശക്തമായ സംശയമുണ്ട്. അല്ല, എനിക്ക് ഇതിനകത്ത് വേറൊരു സംശയം. ഈ പിന്നെ സുരേഷ് ഗോപി നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ കയറി പോവുകയാണ്. പക്ഷെ വിജയ് അതല്ലല്ലോ. സ്വന്തം പാർട്ടി ഉണ്ടാക്കാം. അതിനെത്രത്തോളം വിജയം? കേരളത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. തമിഴ്നാട്ടിൽ കുറച്ചുകൂടി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ, ഒരു സൂപ്പർ സ്റ്റാറിനൊന്ന് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ AIDMK എന്നുള്ള ഒരു പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പുതിയ ജനറേഷൻ വരുന്നു. അവർക്കൊരു ഈ മക്കൾ ഭരണം ഒന്നും ഇല്ലാത്ത, നെപ്പോട്ടിസം ഒന്നും ഇല്ലാത്ത ദ്രവിഡിയൻ പൊളിറ്റിക്സ് വേണം. അപ്പോൾ ആ ഒരു തലമുറയാണ്, ആ ഒരു സാഹചര്യമാണ് വിജയ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോഴും കോൺഗ്രസ് പൂർണ്ണമായും ശിഥിരായിട്ടില്ല. അത് ഇനിയും സമയമെടുക്കും. സുരേഷ് ഗോപിക്ക് സുരേഷ് യങ്ങാണ്. സുരേഷ് ഗോപിക്ക് ഏജിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ഇപ്പം ഒരു പാർട്ടി ഉണ്ടാക്കാൻ നോക്കി പിന്നെ അദ്ദേഹത്തിന് 80 വയസ്സായിട്ടാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കോൺഗ്രസ് ഇപ്പോഴും വീക്കാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിലവിലൊരു പാർട്ടിയുടെ കൂടെ നിന്ന് അതിനൊരു പുതിയൊരു ലക്ഷ്യബോധം നൽകുക എന്നുള്ളതാണ് കൂടുതൽ ലോജിക്കലായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ BJP സുരേഷ് ഗോപി കൂടുമ്പോൾ BJPനോടുള്ള ഒരു അതിർത്തി ആളുകൾക്ക് കുറയും. സുരേഷ് ഗോപി CPMലാണ് ആക്സെപ്റ്റൻസ് ആ പാർട്ടിക്ക് കൂടും. കോൺഗ്രസിലായിരുന്നു കൂടുതൽ ആക്സെപ്റ്റൻസ്.
അപ്പം നിലവിൽ BJPയോട് ഇപ്പം പണ്ടത്തെ ഒരു എതിർപ്പോ ആളുകൾക്ക് ഇല്ലാതിരിക്കുക ഒരു കാരണം സുരേഷ് ഗോപിയുടെ പ്രസൻസ് ആണ്. മാത്രമല്ല സുരേഷ് ഗോപി ഈ പറയുന്നതിനെ മാതിരി യോഗി ആദിത്യനാഥിനെയൊക്കെ പോലെ ഇടപെടുന്ന ആളെ എനിക്ക് അങ്ങനെ ഇടപെടേണ്ടടുത്ത് ഇടപെടും. എല്ലാ കാര്യത്തിലും മനസ്സിലെന്തെങ്കിലും വർഗീയതയെന്ന് വെച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇടപെടില്ല. അക്കാര്യം ഉറപ്പാണ്. അപ്പോൾ മോഡി പോലും അല്ല അമിത്ഷാ പോലും സുരേഷ് അത് ചെയ്യുമെന്ന് നിർബന്ധിച്ച് പറയില്ല. കാരണം സുരേഷ് ഗോപി എന്നത് മറ്റ് താല്പര്യങ്ങളില്ലാത്ത ഒരു ട്രൂ സ്റ്റേറ്റ്മാൻ എന്ന് അവർക്ക് അറിയാം. ആ റെസ്പെക്ട് എങ്ങനെ കിട്ടുന്നുണ്ട്. ഇവർ ഇവിടെ ആരൊക്കെ ഉണ്ടായി സുരേഷ് ഗോപിനെ പുറത്താക്കി, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി, ആ വർത്താനം പിടിച്ചിരുന്നു. നിങ്ങളോട് ആരാ അതൊക്കെ പറഞ്ഞത്? മീഡിയനോട് ഓരോന്നങ്ങ് പറഞ്ഞുണ്ടാക്കുകയാണ്. അവരെ ഗുഡ് ബുക്കിൽ ഇപ്പോഴും ഉള്ള അവർ വളരെ പ്രതീക്ഷയോടുകൂടി സൗത്ത് ഇന്ത്യയെ കാണുന്ന നേതാവാണ് സുരേഷ് ഗോപി. അതാണ് എൻ്റെ കാര്യം. പിന്നെ വിജയ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ വിജയനെക്കാട്ട് റിസ്ക് എടുത്ത ആളാണ് സുരേഷ് ഗോപി. പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ വലിയ നെഗറ്റീവ് ഒന്നുമില്ല. സുരേഷ് ഗോപി ഇവിടെ ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടിയിൽ ചേർന്നതിന് അതിനെ പോപ്പുലർ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏത് തലത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തട്ടാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കാണ് കനം. സുരേഷ് ഗോപിയാണ് തട്ട് താന്നു നിൽക്കുമ്പോൾ അല്ലേ കനം വരുന്നത്. വിജയുടെ തട്ടിനെക്കാളും സുരേഷ് ഗോപിയുടെ തട്ടിനാണ് ഭാരം കൂടുതൽ. അത് ഒരു മനുഷ്യൻ എന്ന നിലയിലാണെങ്കിലും സിനിമാക്കാരൻ എന്ന നിലയിലാണെങ്കിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണെങ്കിലും സുരേഷ് ഗോപിക്ക് ആത്മാർത്ഥത കൂടുതലുണ്ട് എന്ന് തന്നെ പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.